ഹായ്, ഇന്നത്തെ റെസിപ്പി കോഴിമുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താറിൻ്റെ സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ ഇതാ 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പോളം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കട്ടോ. കുറച്ചൊരു ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ടോ. ഇനി അരച്ച് വെച്ച അരപ്പൊന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, അത് പിന്നീട് ആവശ്യം വരും കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് 1 അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണേ. ഈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ കോഴിമുട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഈ കോഴിമുട്ട നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് മാറ്റി വെക്കട്ടെ. സെയിം പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. കുറച്ചൊരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ച മുട്ടൻ്റെ മഞ്ഞ പോർഷനിൽ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മാറ്റി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കട്ടെ ഈ മസാലയ്ക്ക്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കട്ടെ. അരപ്പും ഈ കോഴിമുട്ടയും നന്നായിട്ട് പൊതിഞ്ഞ് കിട്ടണേ. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല. ഇനി കുറച്ചും കൂടി ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ മാറ്റി വെക്കട്ടോ. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1 കപ്പ് മൈദാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പാല്, 2 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് വേണ്ടത്. പിന്നെ കുറച്ചൊരു ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അരച്ച് വെച്ച മാവിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കട്ടെ. അടിയിൽ എന്തെങ്കിലും പഴയ പാൻ അതേപോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ മേലെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇതിൽ കുറച്ചൊരു ഫില്ലിങ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനാണ്. ഈ ബാക്കി വന്ന മാവ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊരു 15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടോ. ഈ ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കി വെച്ച ഒരു ഫില്ലിങ്ങിൽ അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. ഈ കുറച്ചൊരു മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഈ ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് അതിൻ്റെ അടിവശമൊക്കെ നന്നായിട്ട് വെന്തിട്ടിട്ട് മുകൾ വശം വേണമെങ്കിൽ ഒന്നുകൂടെ മൊരിയിച്ചെടുക്കട്ടോ. 2 മിനിറ്റും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പെരി പെരി എഗ് ബോൾ. ഈ ഒരു മസാല കണ്ടിട്ട് ടേസ്റ്റ് കോഴിമുട്ട കഴിക്കാത്തവരും കഴിച്ചു പോകും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.